നമസ്കാരം. ഡിഫറൻഷിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷിയേഷൻ എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന ഐഡിയയാണ്. ഒരു പുതിയ ഐഡിയ അല്ല, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയും കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും ചില തിയറങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു. അതുപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ തുടർച്ചയായ ഈ ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ ഈ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. ആ ബേസിക് കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കണ്ടതാണ്. അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിമിറ്റ് പഠിച്ചു കഴിഞ്ഞു. ലിമിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എയോട് അടുക്കുമ്പോൾ എഫ് എക്സ് ഒരു വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് എന്ന് എഴുതുന്നത്. അപ്പോൾ ലിമിറ്റ് എന്ന ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവിലേക്ക് പോകാം. ഇപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ, y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ്, അതാണ് ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു എഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ടഡ് ബൈ dy by dx or d by dx of fx. dy by dx ഡെറിവേറ്റീവ് ഓഫ് y with respect to x. ആ y തന്നെയാണ് fx, അതുകൊണ്ട് yക്ക് പകരം നമുക്ക് fx എന്ന് എഴുതാം. അപ്പം d by dx of fx എന്നാവും. dy by dx ലെ yയുടെ സ്ഥാനത്ത് fx എഴുതുന്നു. അപ്പോൾ അത് d by dx of fx എന്നാവും. അപ്പോൾ നമ്മൾ അതിനെ ഡെറിവേറ്റീവ് ഓഫ് fx with respect to x എന്ന് പറയും. അപ്പോൾ dy by dx എന്നോ അല്ലെങ്കിൽ d by dx of fx എന്നോ ആണ് നമ്മൾ എഴുതുന്നത്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറയും. അത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ലിമിറ്റ് ആയിട്ടാണ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. d by dx of fx is equal to limit h tends to 0 f of x plus h minus f of x by h. ഒരു ലിമിറ്റാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ ലിമിറ്റിൻ്റെ അർത്ഥം നമുക്കറിയാം. എച്ച് ടെൻസ് ടു 0, എച്ച് 0യോട് അടുക്കുന്നു. അങ്ങനെ എച്ച് 0യോട് അടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഒരു വാല്യൂവിനോട് അടുക്കുന്നു. ആ വാല്യൂവിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിളാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്, അതല്ല എങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ്. എച്ച് 0യോട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച് എന്ന എക്സ്പ്രഷൻ ഒരു വാല്യൂവിനോട് അടുക്കുന്നു. ആ വാല്യൂവിനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതൊരു ലിമിറ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഡി വൈ ബൈ ഡി എക്സ് അത് ഡെറിവേറ്റീവിന് ഉപയോഗിക്കുന്ന സിമ്പലുമാണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട കാര്യമാണ്. ഇനി ഇതിന് ഈ ഡെറിവേറ്റീവിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സിമ്പലുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതിലൊരു സിമ്പൽ വൈ ഡാഷ് ആണ്. ഡി വൈ ബൈ ഡി എക്സിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു സിമ്പലാണ് വൈ ഡാഷ്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നാണ്. വൈ മീൻസ് എഫ് എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നതിന് പകരം ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് എന്ന് പറയാം. അതാണ് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. അതിന് പകരം മറ്റൊരു സിമ്പിൾ ഉപയോഗിക്കും എഫ് ഡാഷ് എക്സ്. ഇനി അതല്ല എങ്കിൽ y1 എന്നോ അല്ലെങ്കിൽ f1 x എന്നോ സിമ്പലുകളും ഉപയോഗിക്കാറുണ്ട്. ക്യാപിറ്റൽ ഡി വൈ ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ഡി എഫ് എക്സ് എന്ന സിമ്പലും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഡി വൈ ബൈ ഡി എക്സിന് പകരം അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സിന് പകരം, ദാറ്റ് മീൻസ് വൈയുടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റ് സിമ്പലുകളാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം സിമ്പലുകൾ ഉപയോഗിക്കേണ്ടി വരും. കൂടുതലും ഡി ബൈ ഡി എക്സ് എഫ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന സിമ്പലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത്തരം സിമ്പലുകളും പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി ഈ ഡെറിവേറ്റീവിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി, മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് പുതിയ ഡെഫിനിഷനൊന്നുമല്ല, ഈ ഡെഫിനിഷൻ തന്നെയാണ്. അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. അതുകൂടി നമുക്കൊന്ന് കാണാം. അതിങ്ങനെയാണ്. Let y is equal to fx. Y is equal to a function of x. Y is equal to a function of x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വൈയുടെ
വാല്യൂ. എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂവും ചേഞ്ച് ചെയ്യും. അപ്പോൾ എക്സിലൊരു ചേഞ്ച് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂവിലും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഡെൽറ്റ എക്സ് എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ് എന്ന് വിചാരിക്കുക, എക്സിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് ഒരു അല്പം കൂടി വർദ്ധിച്ച് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറി എന്നർത്ഥം. എക്സിനോടൊപ്പം ഒരു ഡെൽറ്റ എക്സ് കൂടി അത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറി. അങ്ങനെ മാറുമ്പോൾ തീർച്ചയായും വൈയിലും മാറ്റമുണ്ടാകും. ആ വൈയിലുണ്ടായ മാറ്റം ഡെൽറ്റ വൈ ആണ് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് വൈ എന്നുള്ളത് വൈ പ്ലസ് ഡെൽറ്റ വൈ ആയി മാറി. അപ്പോൾ എക്സ് ചേഞ്ച് ഉണ്ടായി, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറി. അപ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ആയി മാറി. അപ്പോൾ ഈ വൈ സിക്കൽ എഫ് എക്സ് എന്ന ഇക്വേഷനിൽ വൈയുടെ സ്ഥാനത്ത് വൈ പ്ലസ് ഡെൽറ്റ വൈയും എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും കൊടുക്കാം. അപ്പോൾ ഇത് വൈ പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് ആകും. നമുക്ക് ഇവിടുന്ന് വൈ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വൈ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് എഫ് എക്സ് ആണ്, മൈനസ് എഫ് എക്സ്. അങ്ങനെ ഡെൽറ്റ വൈ കിട്ടി. ഇനി ഡെൽറ്റ വൈയെ ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലുണ്ടായ ചേഞ്ചും ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈയിലുണ്ടായ ചേഞ്ചുമാണ്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണ്. അതായത് ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സുമായിട്ടുള്ള റേഷ്യോയാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അല്ലെങ്കിൽ നമുക്കതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇനി ഈ ഡെൽറ്റ എക്സ് അങ്ങ് ടെൻസ് ടു 0 ആവുന്നു വിചാരിക്കാം. ദാറ്റ് മീൻസ് ഡെൽറ്റ എക്സ് വെരി വെരി സ്മോൾ ആവുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഡെൽറ്റ എക്സ് വെരി സ്മോളായി മാറുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുന്നു. അങ്ങനെ മാറുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഒരു വാല്യൂവിനോട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് കരുതുക. ആ വാല്യൂവിനെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയും. ലിമിറ്റിൻ്റെ അർത്ഥം നമ്മൾ കണ്ടതാണ്. ഈ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുന്നു. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഒരു വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നു. ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നത്. ഡെൽറ്റ എക്സ് 0യോട് അടുക്കുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഒരു വാല്യൂവിനോട് അടുക്കും. ആ വാല്യൂ ആണ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എപ്പോഴും ഡെൽറ്റ എക്സ് മീൻസ് എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് ടെൻസ് ടു 0 വെരി വെരി സ്മോൾ ആകുന്നു, വളരെ ചെറുതായി മാറുന്നു എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അങ്ങനെ മാറുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അത് ഒരു വാല്യൂവിനോട് അടുക്കും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് കാൾഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ടഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. എന്തിൻ്റെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ്. അത് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ ആണ്. എപ്പോഴും ഡെൽറ്റ എക്സ് ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ എക്സ് വെരി വെരി സ്മോൾ ഓൾമോസ്റ്റ് ടെൻസ് ടു 0 ആക്കുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഒരു വാല്യൂവിനോട് അടുക്കുന്നു. ദാറ്റ് മീൻസ് ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ് ഒരു വാല്യൂവിനോട് അടുക്കുന്നു. ആ വാല്യൂ ആണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ ഒരു പേര് പറയും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെഫിനിഷൻ കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡെഫിനിഷൻ ആണോ അതോ ഒരു പുതിയ സംഭവമാണോ എന്ന് സംശയം നിങ്ങൾക്ക് തോന്നാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച്.
അത് തന്നെയാണ് ആ എച്ചിന് പകരം ഡെൽറ്റ എക്സ് എന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എഴുതുന്നതിന് പകരം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതി. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നായി. എച്ച് മാറി ഡെൽറ്റ എക്സ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ആ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. അത് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതല്ലാതെ ഇതൊരു പുതിയ ഡെഫിനിഷൻ അല്ല. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഡെറിവേറ്റീവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എവിടെയെല്ലാം നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന വർധനവ് വെരി വെരി സ്മോൾ ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഡെറിവേറ്റീവ് ഉപയോഗിക്കും. നിങ്ങൾ ഫിസിക്സിലൊക്കെ പലയിടത്തും ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നത് പരിശോധിച്ചാൽ അറിയാം. അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എ വെരി സ്മോൾ ടൈം ഡെൽറ്റ ടി. അതുകൊണ്ട് ആ ടൈമിൽ ഒരു വെരി സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എസ് ഉണ്ടായാൽ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന വെലോസിറ്റി ആണെന്നറിയാം. അപ്പം ലിമിറ്റ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്നെടുത്താൽ ഡി എസ് ബൈ ഡി ടി, അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. ദാറ്റ് മീൻസ് ഒരു മൂവിങ് ബോഡിയുടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി കാണാനായിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ളതാണ് ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെട്ടു പുതിയതല്ല, കഴിഞ്ഞ വർഷം പഠിച്ച ഡെഫിനിഷൻ ഒന്നുകൂടി ഓർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കൂടി ഒന്ന് കാണാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വെറുതെ പഠിക്കുകയല്ല, ഇതിൻ്റെ പ്രൂഫ് സഹിതം പഠിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ ആയിട്ട് നമ്മൾ ഈ ഫംഗ്ഷനുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതും. ആദ്യത്തെ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ്ഡ് ടു എൻ മൈനസ് 1. ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ്ഡ് ടു എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ് ഈക്വൽ ടു n into x raised to n minus 1. x raised to n ന്റെ ഡെറിവേറ്റീവ് n x raised to n minus 1 ആണെന്ന്. d by dx of x raised to n it is equal to n into x raised to n minus 1. അതിൻ്റെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾ വേണമെങ്കിൽ കാണാം. d by dx of x raised to 5. x raised to 5 ന്റെ ഡെറിവേറ്റീവ് ഈ ഫോമിൽ ഉപയോഗിച്ചാൽ n into x raised to n minus 1, that is 5 into x raised to 5 minus 1, that means 5 into x raised to 4. ഒരെണ്ണം കൂടി d by dx of x square, it is 2 into x raised to 2 minus 1, that is 2 into x raised to 1 equal to 2x. Now അടുത്ത റിസൾട്ട് ഇതായിരുന്നു d by dx of 1 by x raised to n equal to minus n by x raised to n plus 1. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ d by dx of x raised 1 by x raised to 3 എന്നാണെങ്കിൽ മൈനസ് 3 ബൈ എക്സ് റൈസ്ഡ് ടു 3 പ്ലസ് 1 എന്ന് വരും. നാലാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ആണ്, ഇസ് ഈക്വൽ ടു 1 ബൈ 2 റൂട്ട് എക്സ്. അഞ്ചാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് കഴിഞ്ഞ വർഷം. ഇവിടെ നമുക്ക് പ്രൂഫ് ഒന്നും അറിയണ്ട, ഈ റിസൾട്ടുകൾ മാത്രം അറിഞ്ഞാൽ മതി. ആറാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ്ഡ് ടു എക്സ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് ഇ റൈസ്ഡ് ടു എക്സ് തന്നെയാണ്. അതായത് ഇ റൈസ്ഡ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ്ഡ് ടു എക്സ് തന്നെയാണ്. ഒരു ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, അത് ഇ റൈസ്ഡ് ടു എക്സ് ആണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷൻ തന്നെ, അത്തരത്തിൽ വരുന്ന ഒറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഇ റൈസ്ഡ് ടു എക്സ് ആണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് is equal to 1 by x. log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. ഇനി നമ്മൾ പഠിച്ചത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ ആദ്യത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, ദാറ്റ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ എക്സ് ആണ്. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് അത് സീക് സ്ക്വയർ എക്സ് ആണ്.
അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇറ്റ് ഈസ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ആണ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് അത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ്, കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ്. അപ്പോൾ ഇതാണ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ്. ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് പരിശോധിച്ചാൽ ഒരു പ്രത്യേകത കാണാം. 3 ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ആണ് പോസിറ്റീവായിട്ട് വരുന്നത്. സൈൻ എക്സും ടാൻ എക്സും സീക്ക് എക്സും. എന്നാൽ കോസ് എക്സും കോട്ട് എക്സും കൊസീക്ക് എക്സും പരിശോധിച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവുകൾ നെഗറ്റീവ് ആകുന്നതായി കാണാം. കോസ് എക്സ്, കോട്ട് എക്സ്, കൊസീക്ക് എക്സ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് ആണ് നമ്മളതിനെ പറയുന്നത്. കോ എന്ന് തുടങ്ങുന്ന ഫംഗ്ഷൻസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് ആണ്. അതെന്താണെന്നൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോംപ്ലിമെന്ററി ഫംഗ്ഷനുകളുടെ കോസ്, കോട്ട് ആൻഡ് കൊസീക്ക് ഡെറിവേറ്റീവ്സ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ബാക്കി 3 സൈന്, ടാൻ ആൻഡ് സീക്ക് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ 13 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമുക്ക് ആവശ്യം വരും. ഈ വർഷമൊന്നല്ല, നമ്മൾ ഇനി അങ്ങോട്ട് മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന കാൽക്കുലസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഡിഫറൻഷിയേഷൻ. ഇത് നമുക്ക് അങ്ങോട്ടുള്ള നിങ്ങൾ എവിടെയെല്ലാം മാത്സ് പഠിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആവശ്യം വരുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ ആകെ ടോപ്പിക്കിൻ്റെ ഏതാണ്ട് പകുതിയോളവും കാൽക്കുലസ് ആണെന്ന് നമുക്കറിയാം. അത് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ ഒരു ക്ലാസ് ഇത്രയും ടോപ്പിക് കൊണ്ട് തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ചില സ്റ്റാൻഡേർഡ് തിയറംസ് ഉണ്ട്. ആ തിയറങ്ങളും അതിൻ്റെ 1-2 പ്രോബ്ലങ്ങളും ചെയ്യാം. ഈ ഫസ്റ്റ് ഇയറിൽ ടോപ്പിക് ആണെങ്കിൽ പോലും ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇത് ബേസാണ്. ഈ ബേസ് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇതൊന്നുകൂടി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.